If you missed my previous video on how to do healthy grocery shopping, please watch it here. And ഇനി ഈ വെച്ച ഇൻഗ്രീഡിയൻസ് കൊണ്ട് കുറച്ചൊരു ഹെൽത്തി കുക്കിംഗ് എങ്ങനെ ചെയ്യാം, കുറച്ചൊരു ബാലൻസ്ഡ് കുക്കിംഗ് എങ്ങനെ ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ വെക്കാം. റൈസ് കാർബ്സ് ആണ്. നമുക്ക് കാർബ്സിൻ്റെ ആവശ്യമുണ്ട്, പക്ഷേ പണ്ടത്തെ അത്രയല്ല. ഞാനൊരു സിമ്പിൾ മെത്തേഡ് ടു ഇൻക്രീസ് ദ ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് റൈസ് ചെയ്യുന്നത്, റൈസ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു 200 grams ഓഫ് സ്പ്രൗട്ട്സും ആഡ് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ അറിയാണ്ട് തന്നെ സ്പ്രൗട്ട്സും കഴിക്കും, പിന്നെ നമ്മൾ പ്ലേറ്റിലെടുക്കുന്ന റൈസിൻ്റെ ക്വാണ്ടിറ്റിയും കുറയും. പരിപ്പും ഒരു സോഴ്സ് ഓഫ് കാർബാണ്. പരിപ്പെല്ലാം ഉണ്ടാക്കുമ്പം നമ്മൾ അധികം എണ്ണ ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ പ്രഷർ കുക്ക് ചെയ്ത് നമ്മൾ ഇടുന്ന മസാലയെല്ലാം ഇടുക, പക്ഷേ എണ്ണ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇടാണ്ട് അവസാനം കുക്ക് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഗീയോ ഓയിലോ ഇട്ട് നമ്മളുടെ ഒരു തടുക്ക കൊടുത്താൽ ടേസ്റ്റും ഉണ്ടാവും, അധികം എണ്ണേൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നെക്സ്റ്റ് ആണ് പ്രോട്ടീൻ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ ബ്രെസ്റ്റ് ആണ്. നമുക്ക് എന്ത് മസാല വേണമെങ്കിലും ഇതിട്ട് കുക്ക് ചെയ്യാം, പക്ഷേ ഒറ്റ കാര്യം, ഇത് കുക്ക് ചെയ്യുമ്പം എൻ്റെ ഓയിൽ അതിൻ്റെ അളവിലെടുക്കണം. ചിക്കൻ ബ്രെസ്റ്റ് ആക്ച്വലി ദ ലീനർ സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. അപ്പം അത് കുക്ക് ചെയ്യുമ്പം ചിലപ്പോൾ അത് ഹാർഡാവും. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടിപ്പ് എന്ന് വെച്ചാൽ, ചിക്കൻ ബ്രെസ്റ്റ് കുക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ പൊടി ബേക്കിംഗ് പൗഡർ ഇടും. അപ്പം അത് മീറ്റിനെ ടെൻഡറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ കുറവ് എണ്ണയിൽ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഫുഡ് ബേൺ ആവും. നെക്സ്റ്റ് ആണ് വെജിറ്റബിൾസ്. വെജിറ്റബിൾസ് ഇല്ലെങ്കിൽ മീൽ ഇൻകംപ്ലീറ്റ് ആണ്. എപ്പോഴും ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ്ലി ബോട്ടിൽ നിന്ന് പോർ ചെയ്യാണ്ട് സ്പൂൺ ഉപയോഗിക്കുക. അതുവഴി നമുക്കൊരു കണക്കുണ്ടാവും നമ്മൾ എത്രയാണ് ഓയിൽ ഉപയോഗിക്കുന്നതെന്ന്. പച്ചക്കറി ഉണ്ടാക്കുമ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ആവുന്നതും പച്ചക്കറി ചെറുങ്ങനെ മുറിക്കുക. അപ്പം അധികം ഓയിലില്ലാണ്ട് നമുക്ക് വേഗം കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചൊരു വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ബാലൻസ്ഡ് പ്ലേറ്റ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എപ്പോൾ പ്ലേറ്റ് ചെയ്യുമ്പോഴും ആദ്യം ചോറെടുക്കാണ്ട് പച്ചക്കറി എടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ഓഫ് ദ പ്ലേറ്റിൽ നമ്മൾ വെജിറ്റബിൾസ് എടുത്തിട്ട്, പിന്നെ 1/4 ഓഫ് ദ പ്ലേറ്റിൽ നമ്മൾ കാർബ് സോസ് എടുത്തിട്ട്, അവസാനം ഒരു 1/4 ഓഫ് ദ പ്ലേറ്റിൽ പ്രോട്ടീൻ സോസ് വെക്കുക. ഇതാണ് ഒരു ബാലൻസ്ഡ് പ്ലേറ്റ്. അപ്പോൾ ശരി, അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അടുത്ത വീഡിയോ എന്താണെന്ന് പറഞ്ഞില്ല. അടുത്ത വീഡിയോ ആണ് മീൽ പ്രെപ്പ്. അപ്പോൾ ശരി, ബൈ.